നമസ്കാരം. കേരളമാകെ ഇളകിമറിയുകയാണ്. മന്ത്രിക്കെതിരെയുള്ള സമരം, സർക്കാരിനെതിരെയുള്ള സമരം, അതിന് പ്രതിസമരം. വീണ ജോർജിന് പരിക്കേറ്റെന്നും പരിക്കേറ്റില്ല എന്നും. മന്ത്രി വീണ ജോർജിന് KSUവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റെന്നും, അല്ല അത് കള്ളമാണ്, പരിക്കേറ്റില്ല, ഉള്ള പരിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ. റെയിൽവേ സ്റ്റേഷൻ ക്യാമറയിൽ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് അവിടുന്നുള്ള റിപ്പോർട്ട്. മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് സാരമായി പരിക്കേറ്റതായി മെഡിക്കൽ ബുള്ളറ്റ്. ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ആകെ കുഴഞ്ഞുമറിയുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. മന്ത്രിമാരെ സംരക്ഷിക്കാൻ പോലീസ് വേണ്ട, ഞങ്ങളായിക്കൊള്ളാം എന്ന തരത്തിൽ DYFIയും SFIയും CPM. എന്നാൽ സമരം ആരെയും ആക്രമിക്കാനുള്ളതല്ല എന്ന് കോൺഗ്രസ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. ഈ സ്ഥിതിയിൽ കേരളത്തിൽ മുൻപ് ഭരണാധികാരികൾക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കേരളത്തിന്റെ തുടക്കം മുതൽ തന്നെ മന്ത്രിമാർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായി. ഒന്നും രണ്ടുമല്ല, നിരവധി. ഈ ആക്രമണങ്ങളിൽ ആരാണ് കൂടുതൽ, ആരെയാണ് ആക്രമിച്ചത്? വെറുതെ നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ട നാടാണ് കേരളം. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ, മന്ത്രിമാരെ വഴിയിൽ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിഷേധങ്ങൾ. പക്ഷേ മന്ത്രിമാർക്ക് പരിക്കേറ്റ അവസരങ്ങൾ കുറവാണ്. കേരളത്തെ അന്ന് ആകെ പിടിച്ചുകുലുക്കിയ ഒരു സമരമാണ് മലനാട് കർഷക സമരം. ഈ മലനാട് കർഷക സമരത്തിനിടയിൽ അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. 1962. അന്ന് പട്ടം താണുപിള്ളയ്ക്ക് നെഞ്ചിൽ പരിക്കേറ്റിരുന്നു. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പട്ടം താണുപിള്ളയ്ക്ക് നേരെയുണ്ടായ ആ ആക്രമണം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കി. ആദ്യത്തെ ആക്രമണമാണ്. കുറച്ചുപേർ പ്രതികളായി, കുറെ പേർ ജയിലിലായി. അവിടെ നിന്ന് തുടങ്ങുന്നു കേരളത്തിൽ ഭരണാധികാരികൾക്ക് നേരെ, രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയുള്ള സമരങ്ങളും ആക്രമണങ്ങളും. 1962 തന്നെയാണ് മന്ത്രിയായിരുന്ന PR കുറുപ്പിനെ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായത്. മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന ഗംഗാധര മാരാരെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന ഗംഗാധര മാരാറായിരുന്നു. ഇതേ ഗംഗാധര മാരാർ തന്നെയാണ് 1970 ജനുവരി 4 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയുടെ നേരെ ആസിഡ് ബൾബ് എറിഞ്ഞത്. അതിനും ഗംഗാധര മാരാർ ജയിലിലായി. 1967 അന്നത്തെ ഗവർണറായിരുന്ന വിശ്വനാഥന്റെ കാറിന് നേരെ കല്ലേറുണ്ടായി. അതിലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതേ ഗംഗാധര മാരാറായിരുന്നു. കൊച്ചുകുട്ടികൾ പോലും പാടി നടന്നിരുന്ന ഒരു പാട്ടാണ് പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ. കണ്ണൂരിൽ CPMന് പകരം വയ്ക്കാനില്ലാത്ത രക്തസാക്ഷിയാണ്, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണ് പുഷ്പൻ. കഴുത്തിന് പിന്നിൽ വെടിയേറ്റ് സുഷംന നാഡി തകർന്ന് 24 വർഷത്തോളമാണ് അനങ്ങാൻ കഴിയാതെ പുഷ്പൻ ഒരേ കിടക്കയിൽ കിടന്നത്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് മരണശേഷവും പുഷ്പൻ ഇന്ന് ആവേശമാണ്. എന്താണ് പുഷ്പന് സംഭവിച്ചത്? അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെ 1994 നവംബർ 25 കൂത്തുപറമ്പിൽ വെച്ച് DYFI പ്രവർത്തകർ തടഞ്ഞു. വൻ സംഘർഷമുണ്ടായി. പോലീസിന്റെ വെടിവയ്പുണ്ടായി. ആ വെടിവയ്പിൽ 5 പേർ രക്തസാക്ഷികളായി. കൂടെയാണ് പുഷ്പനും. പുഷ്പന് സുഷംന നാഡിയിൽ വെടിയേറ്റതും 24 കൊല്ലത്തോളം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയതും ചരിത്രം കണ്ടതാണ്. അതുവരെ കണ്ണൂരിൽ CPMനെ വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു MV രാഘവൻ. പിന്നീട് പാർട്ടിയിൽ നിന്ന് തെറ്റി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അത് UDFുമായി ചേരുന്നു, മന്ത്രിയാകുന്നു. ആ മന്ത്രിയെയാണ് വഴിയിൽ ചേർത്തത്. കാലം പല കഥകളും പല തിരിഞ്ഞുമറിയലുകളും കാത്തുവച്ചിരുന്നു. നികേഷ് കുമാർ MV രാഘവന്റെ മകനാണ്. പിന്നീട് ഇടതുപക്ഷത്തിന്റെ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. 1995 ജനുവരി 15 ഗുരുവായൂരിലെത്തിയ കരുണാകരന്റെ നേർക്ക് കല്ലേറുണ്ടായത്. കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. കരുണാകരൻ ഇരുന്ന സീറ്റിനെ തൊട്ടു ചേർന്നാണ് ഒരു കല്ല് വന്ന് വീണത്. 2013 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം കണ്ണൂരിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു.
മുഖത്ത് 2 ഇടത്ത് മുറിവേറ്റിരുന്നു ഉമ്മൻചാണ്ടിക്ക്, നെഞ്ചിലും കല്ലുകൊണ്ടു. അന്ന് മന്ത്രിയായിരുന്ന KC ജോസഫിനും പരിക്കേറ്റിരുന്നു. ഇപ്പോൾ മന്ത്രിയായിരുന്ന വീണ ജോർജിനും പരിക്കേറ്റു എന്ന് പറയുന്നു. കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അടികളും തിരിച്ചടികളും പതിവാണ്. ഇതൊരുപാട് നമ്മൾ കണ്ടതുമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ ആക്രമണം രാഷ്ട്രീയ പ്രതിഷേധമല്ല, ഒരു ഹീനമായ മാർഗമാണ്. അക്രമികളുടെ ആക്രമണ വിളയാട്ടമാണ് കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിനെ കലാപഭൂമിയാക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.